യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു. യമനിൽ നടന്ന ചർച്ച വിജയമായിരിക്കുകയാണ്. വിവരങ്ങളുമായി റിയാസ് ചേരുന്നുണ്ട്. റിയാസ്, കേരള വിഷൻ 3 ദിവസം മുൻപേ നൽകിയ വാർത്ത സ്ഥിരീകരിക്കുന്ന കാര്യമാണ് ചർച്ചയിലൂടെ നിലവിൽ ഇപ്പോൾ വരുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ നിലവിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് കേരള വിഷൻ ന്യൂസാണ് 3 ദിവസം മുൻപ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവായൊരു തീരുമാനം വരുന്നു എന്ന സൂചന ഏറ്റവും ആദ്യം നൽകുന്ന മലയാള മാധ്യമം. അതിന് പിന്നാലെയാണ് പല ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. യമനിലെ വ്യവസായികൾ ഒക്കെ ഇടപെട്ടു എന്നുള്ളത്. അതിന് പിന്നാലെ തന്നെ ഒരു നയതന്ത്രപരമായ നീക്കത്തിലേക്ക് ഈ മുസ്ലിം പണ്ഡിതനും ഒപ്പം തന്നെ ഈ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവർ കേരളത്തിൽ നിന്നും ഇടപെട്ടു. അങ്ങനെ ഈ യമനിലെ ഷൂറ കൗൺസിൽ അംഗവും ഒപ്പം തന്നെ സൂഫി പണ്ഡിതനുമായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നു. അങ്ങനെ ആ ചർച്ച അദ്ദേഹം ഈ യമൻ ഭരണകൂടവുമായി ഏറെ അടുത്ത ബന്ധമുള്ളയാളാണ് ഈ ഷെയ്ഖ് ഹബീബ് ഉമർ. അദ്ദേഹം പ്രതിനിധികളെ അയക്കുന്നു, യമൻ ഭരണാധികാരികളുമായി ചർച്ച നടത്തുന്നു. ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തുന്നു. കുടുംബത്തോട് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ഈ നാടിന്റെ വേദന കൃത്യമായി പങ്കുവയ്ക്കാൻ ഷെയ്ഖ് ഹബീബ് ഉമറിന് സാധിക്കുന്നു. ആ ഹബീബ് ഉമറിന്റെ പ്രതിനിധിക്ക് സാധിക്കുന്നു. അങ്ങനെ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ സനയിലെ കോടതിയിൽ ഈ നിമിഷപ്രിയയുടെ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സനയിലെ കോടതി ഇന്ന് പരിഗണിക്കുന്നു. അങ്ങനെ പരിഗണിച്ചതിന്റെ ആദ്യവേളയിൽ തന്നെ ശിക്ഷ മരവിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു. വധശിക്ഷ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഏറ്റവും പോസിറ്റീവായ ഒരു തീരുമാനം. മരവിപ്പിക്കുമെന്ന വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് കേരള വിഷൻ ന്യൂസാണ്. ഒരു മലയാള മാധ്യമം ആദ്യമായി ബ്രേക്ക് ചെയ്യുന്നത് കേരള വിഷൻ ന്യൂസാണ്. അപ്പോഴും ഈ നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട സുഭാഷ് ചന്ദ്രൻ KR അടക്കമുള്ള അഭിഭാഷകർ അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് അല്പസമയത്തിനകം ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തുവരുമെന്നായിരുന്നു. അപ്പോഴേക്കും അതിനു മുൻപ് തന്നെ നമുക്ക് ഈ വധശിക്ഷ മരവിപ്പിക്കുമെന്ന വാർത്ത നൽകാൻ കഴിഞ്ഞു. മരവിപ്പിച്ചു എന്ന ബ്രേക്കിംഗ് നമ്മൾക്ക് നൽകാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട കാത്തിരിപ്പിന്, അവരുടെ പ്രാർത്ഥനകൾക്ക്, അവരുടെ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയ്ക്ക് ഒപ്പം നടക്കാൻ കേരള വിഷൻ ന്യൂസിനും സാധിച്ചു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നയതന്ത്രപരമായ ഇടപെടൽ തന്നെയാണ്. അതിൽ ഈ സുന്നി നേതാവായിട്ടുള്ള അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആ ഒരു ഇടപെടൽ അത് എടുത്തു പറയണം. ഒപ്പം തന്നെ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ നടന്ന നയതന്ത്ര ചർച്ച. അദ്ദേഹം ഈ ഒരു രാജ്യത്തോട്, ഇന്ത്യയോട് അടക്കം ഒരു ഇന്ത്യൻ പൗരായിരുന്നിട്ട് കൂടി യമനിലെ ഒരു ഷൂറ കൗൺസിൽ അംഗമായിട്ടുള്ള സൂഫി പണ്ഡിതനായിട്ടുള്ള ഈ ഷെയ്ഖ് ഹബീബ് ഉമർ നടത്തിയ ഇടപെടൽ, അത് അദ്ദേഹത്തിന്റെ ഒരു അതിർത്തികൾ കടന്നുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു പ്രതീകമായി നമുക്ക് ആ ഇടപെടലിനെ കാണണം. ആ നയതന്ത്ര ഇടപെടൽ നമ്മൾ കാണണം. അത് വിജയകരമായിരിക്കുന്നു. ആ ചർച്ച വിജയകരമായിരിക്കുന്നു. തലാലിന്റെ കുടുംബം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഈ നിമിഷപ്രിയയുടെ ശിക്ഷാ ഇളവിനുള്ള ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. ആ ധാരണയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ പുറത്തു വരേണ്ടതാണ്. അത് ഉപാധികളോടുകൂടിയാണോ, ഇനി ദയാദാനം നൽകിയിട്ടാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം, നിമിഷപ്രിയയുടെ അമ്മയുടെ കണ്ണീരിന് ഒരു ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മലയാളികളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും ഒക്കെ നിറഞ്ഞ ആ കാത്തിരിപ്പ് വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ചർച്ച വിജയകരമായിരിക്കുന്നു. യമനിലെ നോർത്ത് യമനിൽ നടന്ന ചർച്ച വിജയമായിരിക്കുന്നു. സനയിലെ കോടതി അവർ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഈ ശിക്ഷ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏറെ നിർണായകമായ ചർച്ചകൾക്കും നിമിഷങ്ങൾക്കും ഒടുവിൽ സന്തോഷകരമായ, ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നു. ആ വാർത്തയിൽ ഏറ്റവും ആദ്യം ശുഭസൂചകമായ വാർത്തകൾ 3 ദിവസം മുൻപ് നൽകാൻ സാധിച്ചത് മലയാള മാധ്യമം എന്ന് പറയുന്നത് കേരള വിഷൻ ന്യൂസാണ് എന്നുള്ളതിൽ നമുക്കും അഭിമാനിക്കാം, നമുക്കും സന്തോഷിക്കാം. പിരിമുറുക്കങ്ങളുടെ മണിക്കൂറുകളാണ് കടന്നുപോയത്. മലയാളിയെ സംബന്ധിച്ച് ആ പിരിമുറുക്കങ്ങൾക്കൊപ്പം കൃത്യമായ വാർത്തകൾ നൽകി ഒപ്പം നിൽക്കാൻ നമുക്കും സാധിച്ചു എന്നതിൽ ഏറെ അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഇത്. റിയാസ്, നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോഴും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇനി വധശിക്ഷ നിന്ന് ഇളവ് വന്ന് ഇതിനി ജീവപര്യന്തം ശിക്ഷയിലേക്ക് വരുവാണോ ചെയ്യുക, അതോ ഈ വധശിക്ഷ പാടെ ഒഴിവായി ഈ ബ്ലഡ് മണി പോലുള്ള കാര്യങ്ങൾ കൊടുത്ത് നിമിഷപ്രിയയെ മോചിപ്പിക്കുകയാണോ എന്ന് വരുന്ന പല രീതിയിലുള്ള സംശയങ്ങൾ പ്രേക്ഷകരിൽ ഉള്ളിൽ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചു.
യമൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അവിടെ ശരീഅത്ത് നിയമമാണ്. ശരീഅത്ത് നിയമപ്രകാരം നേരത്തെ നമ്മൾ പറയുന്നതാണ്, ശരീഅത്ത് നിയമപ്രകാരം ഒരാളെ കൊന്നാൽ കൊന്ന പ്രതി, ആ പ്രതിക്ക് വധശിക്ഷയാണ് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അതിൽ നിന്നും ഇളവ് നൽകാൻ അർഹതയുള്ളത് ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മാത്രമാണ്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷയിൽ നിന്നും ഇളവ് നൽകാം. ആ വധശിക്ഷയിൽ നിന്നാണ് ഇളവ് നൽകുക. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അവിടുത്തെ സനയില കോടതിയാണ് പരിഗണിക്കേണ്ടത്. യമനിലെ സനയില കോടതിയാണ് ഇനിയിപ്പോൾ ഈ നിമിഷപ്രിയ ചെയ്ത കൃത്യത്തിന്റെ ഒരു കാഠിന്യമൊക്കെ പരിഗണിച്ച് ഇനിയിപ്പോൾ അവർക്ക് മറ്റ് ശിക്ഷകൾ നൽകേണ്ടതുണ്ടോ, അല്ല അവരെ പൂർണ്ണമായും മോചിപ്പിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. പക്ഷേ ഏറ്റവും നിർണായകം ഒരാളുടെ ജീവൻ പോകുമായിരുന്നു എന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി എത്ര കൊല്ലം കഴിഞ്ഞ് നിമിഷ പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാലും, ഇനി നാളെ ഇറങ്ങിയാലും ശരി, അതല്ല വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമേ ജയിൽ മോചിതയാകൂ എന്ന സാഹചര്യം വന്നാൽ പോലും അവർക്ക് ജീവനോടെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവനെങ്കിലും രക്ഷിക്കാനായി എന്നുള്ളത് ഈ ഇടപെടലിലെ ഏറ്റവും വലിയ മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് എന്ത് കോടതി വിധിക്കുമെന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കോടതിയുടെ മാത്രം വിവേചനാധികാരമാണ്. അത് ഇന്ത്യയിലായാലും യമനിലായാലും ലോകത്തെവിടെയായാലും കോടതി മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. നിമിഷപ്രിയക്ക് ഈ അവർ ചെയ്ത കൃത്യത്തിന്റെ കാഠിന്യം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ശിക്ഷ വേണോ, അതല്ല ഇത്രയും കാലം അവർ ശിക്ഷ അനുഭവിച്ചത് പരിഗണിച്ച് ഇനി ഇളവുകൾ നൽകണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ വിവേചനാധികാരത്തിൽ നിൽക്കുന്ന കാര്യമാണ്. പക്ഷേ നയതന്ത്രപരമായൊരു ഇടപെടൽ വിജയിച്ചു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടത്. കേന്ദ്ര സർക്കാർ പോലും കൈയൊഴിഞ്ഞ നിമിഷം, അതിനൊരു കാരണമുണ്ട്. ഭരണകൂടം കൈയൊഴിയാനുണ്ടായിരുന്ന ഒരു സാഹചര്യം. വിശദാംശങ്ങളുമായി MS മനേഷ് ചേരുന്നു. മനേഷ്, നമുക്കറിയാം കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് മാത്രമല്ല ധമർ മേഖലയിലെ ഗോത്രങ്ങൾക്കും താമസക്കാർക്കും അടക്കം ഇതൊരു വലിയ രീതിയിലുള്ള വൈകാരിക വിഷയമായിരുന്നു. ആ ഒരു അത്തരത്തിലുള്ള കാര്യത്തിൻ്റെ ഇടയിലാണ് നിലവിൽ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. എപ്രകാരമായിരിക്കും ഇത് യമനിൽ ഈ വാർത്ത എടുത്തിട്ടുണ്ടാവുക? അതിൻ്റെ വിശദാംശങ്ങളൊന്ന് വിശദീകരിക്കാമോ? വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് എന്ന വാക്ക് ശരിയല്ല. പുറത്തു വന്നു കഴിഞ്ഞു. പുറത്തു വന്നത് കേരള വിഷൻ ന്യൂസിലൂടെ ആയിരുന്നു. ജൂലൈ 13 കേരള വിഷൻ ന്യൂസ് കൃത്യമായി രാത്രി 10 മണിയോടുകൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷാ തീയതി നീട്ടി എന്ന സൂചന, നീട്ടി എന്നുള്ള ഔദ്യോഗികമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ള നിലയ്ക്ക് കൃത്യമായിട്ട് നമ്മൾ ജൂലൈ 13 കേരള വിഷൻ ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അന്നേ തന്നെ ആ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ അത് പുറത്തു വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് യമനിൽ ഒരു വിഭാഗം ആളുകൾ ഈ വധശിക്ഷ